ഷോറൂമിൽ തന്നെ നിങ്ങൾക്ക് വണ്ടി ഫുൾ മോഡിഫൈ ചെയ്ത് ഇറക്കാൻ പറ്റുന്നതായിരിക്കും. 5 വർഷം മുന്നേ യമഹ നമ്മളെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വണ്ടി ഇറക്കി പറ്റിച്ചായിരുന്നു, FCX. അന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ഒരു XSR 155 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് യമഹ ആ വണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് 2025 വേർഷൻ യമഹ XSR 155. ഇതാണ് നമ്മുടെ വണ്ടി, ഇതാണ് നമ്മുടെ XSR 155. ഇത് നമ്മുടെ സിൽവർ കളറാണ് നമ്മുടെ ഉള്ളത്. 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുണ്ട്, ഒരു ബ്ലാക്ക്, ഒരു ബ്ലൂ, ഒരു റെഡ്, ഇത്രയും വണ്ടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിന് നമുക്ക് ആ ഒരു LED ഹെഡ് ലാംപ്സ് കാണാം, ആ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. LED ഹെഡ് ലാംപ്സിൻ്റെ ഇവിടെ ഇട്ട് XSR എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വണ്ടി വന്നേക്കണേ ഇന്ത്യൻ യമഹ എന്നാണ് നമുക്ക് വണ്ടി കിട്ടിയേക്കണത്. അവിടെ വണ്ടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം, ബുക്ക് ചെയ്യാം. അവിടെ ബുക്ക് ചെയ്താൽ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. സോ അവരെ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഫ്രണ്ടിൽ നോക്കാൻ പോയാൽ നമ്മുടെ ഡിസ്ക് കേട്ടോ, ഇതാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്. ആ യമഹ R15 വന്നേക്കുന്ന അതേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് കാണാം. ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ ഉണ്ട്. ഇതാണ് ആ ഒരു എഞ്ചിൻ, ഒരു 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. R15 സെയിം എഞ്ചിൻ, 18.3 PS 14.2 Nm ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് വന്നിരിക്കുന്ന ആ ഒരു ഡെൽറ്റ ബോക്സ് ഫ്രെയിം കേട്ടോ. ആ ഡെൽറ്റ ബോക്സ് ഫ്രെയിം വന്നപ്പോൾ തന്നെ ആ ഒരു XSRൻ്റെ ലുക്ക് മാറി കേട്ടോ. ആ FCX പോലെയല്ല ആ XSR, പക്ക ആ ഒരു ഇൻ്റർനാഷണൽ സ്പെക്ക് XSR നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സൈഡിൽ നോക്കാൻ പോയത്, ഇതിൻ്റെ ആ ഒരു എക്സോസ്റ്റ് കേട്ടോ. ആ ഒരു സൈഡിലേക്ക് ആ ഒരു എക്സോസ്റ്റ് വരുന്നുണ്ട്. റിയലിൽ നമുക്ക് 140 സെഷൻ്റെ ടയേഴ്സാണ്, MRFൻ്റെ റെവ്സ് എന്ന് പറഞ്ഞ ടയേഴ്സാണ്. റിയലിൽ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ഡുവൽ ചാനൽ ABS ഉണ്ട്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റാണ് ഈ ഒരു വണ്ടി കൊടുത്തേക്കുന്നത്. സൈഡിലൊരു ചെറിയൊരു സാരികേടാണ്. ഇതാണ് ആ ടെയിൽ സെഷൻ കേട്ടോ. ടെയിലിൽ ആ റൗണ്ട് ടെയിൽ ലാമ്പാണ് ഇതിന് കൊടുത്തേക്കുന്നത്. സൈഡിൽ ചെറിയ ആ ഒരു റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ബ്ലൂ വേർഷന് ഗോൾഡൻ കളർ അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം ബ്ലാക്ക് ആയിരിക്കും. ബ്ലൂ വേർഷൻ മാത്രം നമുക്ക് അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ ഗോൾഡൻ കളറായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. സോ ഇതാണ് ആ വണ്ടി, ഇതാണ് ആ സ്ട്രെയിറ്റ് സീറ്റ്. ബാക്കിൽ ഗ്രാബ് റെയിൽസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് കുറേ അവർ മോഡിഫൈ ചെയ്യാനുള്ള സ്ക്രാംബ്ലർ ആക്കാനും അതുകൂടാണ്ട് ഒരു കഫേ റൈസർ ആക്കാനുള്ള ഫുൾ കിറ്റ് യമഹ തന്നെ ഇറക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഇതിൻ്റെ ആ ഒരു കൂളൻ്റ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അടിയൊക്കെ ഇടിച്ച് അല്ലെങ്കിൽ ഫ്രണ്ട് ഇടിക്കുകയാണെങ്കിൽ ആ കൂളൻ്റിൻ്റെ ആ ഒരു റിസർവർ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ആൻഡ് ഒരു കിക്ക് ഷിഫ്റ്റർ വേണേ ആവാമായിരുന്നു. R15 ഒരു കിക്ക് ഷിഫ്റ്റർ ഇതിൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് ആർഭാടം ആയേനെ. പക്ഷേ 1,93,000 റുപ്പീസിന് എനിക്ക് തോന്നുന്നു ഇതൊരു വാല്യൂ ഫോർ മണി വണ്ടിയാണ്. കാര്യം അത്യാവശ്യം നല്ലൊരു മൈലേജും നല്ലൊരു പെർഫോമൻസും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് ആ ഒരു 10 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി. ഇതാണ് ആ സീറ്റ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സീറ്റാണ്. അത്ര വൈഡോ എന്നാൽ അത്ര നാരോ ആയിട്ടുള്ളൊരു സീറ്റല്ല. റൈഡറിനായാലും പില്ലിയനിലായാലും കുഴപ്പമില്ലാണ്ടിരിക്കാം. പക്ഷേ ഒരു ഗ്രാബ് റെയിൽ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പില്ലിയൻ കുറച്ച് കഷ്ടപ്പെടും. ഇത് നമുക്ക് എനിക്ക് തന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നീക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാർട്ടാണ്. ഒരു പീസ് ഇവിടെ അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് പ്ലാസ്റ്റിക് കേട്ടോ. ഇത് മൊത്തം ഇതിൻ്റെ അകത്താണ് മെറ്റൽ ടാങ്ക് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് ടാങ്ക് ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ആ ഒരു റൗണ്ട് കൺസോൾ. ഇതിൻ്റെ ഇതിൻ്റെ സ്വിച്ചസ് കണ്ടോ, ഇത് പാസ്, ഡിമ്മ്, ഹോണും ഇൻഡിക്കേറ്ററും നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇതാണ് കിൽ സ്വിച്ച്, ഇത് നമ്മുടെ ഹസാർഡ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. ഇതാണ് ആ ഒരു റൗണ്ട് കൺസോൾ കണ്ടോ. ഇതിൽ ആപ്പ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഫ്യൂൽ ഗേജ്, നമുക്ക് ടാക്കോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സ്പീഡ്, ടൈം, പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര മൈലേജ്, ആവറേജ് മൈലേജ് കാണിക്കും, സ്പീഡ് കാണിക്കും, ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണിക്കും. ട്രിപ്പ് 1, ട്രിപ്പ് 2 ഇത്രയും കാര്യങ്ങളാണ്. ട്രിപ്പ് F ഉണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ അത് ചെറിയ കൺസോളാണ്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ, അത്യാവശ്യമുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളുണ്ട്. ഈ 2 സൈഡിലാണ് ഇതിൻ്റെ സ്വിച്ചസ് വന്നത്. ഓക്കെ, സോ ക്വാളിറ്റി വൈസ് നോക്കിയാലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി സൈഡിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ കുറവ് ആയിട്ട് അങ്ങനെ തോന്നില്ല. ഈ പ്രൈസിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എസ്പെഷ്യലി ആ എഞ്ചിനാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. ആ ഒരു 155cc പവർഫുൾ എഞ്ചിനാണ്. അതേപോലെ അത്യാവശ്യം മൈലേജും മര്യാദയ്ക്ക് ഓടിച്ചാൽ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക. ചെറിയ ചെറിയ എലമെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രസമാണ്, പക്ഷേ അതൊക്കെ മോഡിഫൈ ചെയ്യാം. അവരുടെ കുറേ കിറ്റും കാര്യങ്ങളൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ബൈക്ക്. അപ്പോൾ വണ്ടിമേ കയറിയിരിക്കാം. അപ്പോൾ വണ്ടിമേ കയറിയിരിക്കാം. വണ്ടിയുടെ വെയിറ്റ് തന്നെ 137 kg ആണ്. എൻ്റെ ഹൈറ്റ് 5'6" ആട്ടോ. കണ്ടോ, എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ആ റൈഡിങ് പോസ്റ്റർ. ഓൾമോസ്റ്റ് ഒരു അപ്രൈറ്റ് ആണ്. നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർസ് ആണ്. നമുക്ക് അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുക. 10 ലിറ്റേഴ്സ് ഓഫ് ടാങ്ക് കപ്പാസിറ്റിയാണ്. ഇത് ഫൈബറാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു മെറ്റൽ ടാങ്ക് വന്നത്. ഗ്രൗണ്ട് ക്ലിയൻസ് നോക്കാൻ പോയാൽ ഒരു 150-160 mm ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയൻസ് ഉണ്ട്. നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മുടെ കുഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. നമ്മൾ സിറ്റിയിലൂടെയൊക്കെ ഓടിക്കുവാണെങ്കിൽ ഫ്രണ്ട് നിങ്ങൾക്ക് ആ ഒരു അപ്സൈഡ് ഡൗൺ സസ്പെൻഷനും ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്, ആ ഒരു സ്ട്രെയിറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എക്സോസ്റ്റിനോട് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. സെയിം ആ R15ൻ്റെയൊക്കെ അതേ എക്സോസ്റ്റിനോട്ടാണ്. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിക്കാം. ഓക്കെ, സോ വി ഹാവ് ദ ഓൾ ന്യൂ XSR. അപ്പോൾ നമ്മുടെ കയ്യിൽ XSR ആണുള്ളത്. So let's check the 0 to 100 maybe. Let's see. 3, 2, 1, let's go.
ഓക്കെ, സോ അതായിരുന്നു വണ്ടിയുടെ ഒരു ഇനീഷ്യൽ ആക്സിലറേഷൻ കേട്ടോ. അപ്പോൾ യെസ്, ഫസ്റ്റ് തന്നെ റൈഡിങ് പൊസിഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. റൈഡിങ് പൊസിഷൻ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്, അപ്രൈറ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മെയിൻലി ഇതിന് വെയിറ്റ് കുറവാണ്, 137 kg ആണ്, ഭയങ്കര ഈസി ടു ഹാൻഡിലാണ് വണ്ടി. നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല കേട്ടോ. കുറച്ച് വെയിറ്റൊക്കെ പേടിയുള്ളവർക്കാണെങ്കിലും സീറ്റ് ഹൈറ്റ് ആയാലും അത്യാവശ്യം കുഴപ്പമില്ല. എൻ്റെ 5-6 ഹൈറ്റിൽ എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എനിക്ക് കാല് കുത്താം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കൊണ്ടു നടക്കാനായാലും അത്യാവശ്യം പവറുണ്ട്. ആ VVA ടെക്നോളജിയും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സെയിം R15 എഞ്ചിനാണ്, പ്രൂവൻ എഞ്ചിനാണ്. എഞ്ചിനെ പറ്റി നമുക്കൊരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ലൊരു മൈലേജും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടും കേട്ടോ. ആൻഡ് യെസ്, സീറ്റ്സ് ആയാലും ഒരു മിഡ് റേഞ്ചാണ്, അത്ര സോഫ്റ്റോ അത്ര ഹാർഡോ അല്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആണെങ്കിൽ കുറേയൊക്കെ നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മടുപ്പാവും. പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നില്ല. ഈസി ആയിട്ട് നമുക്ക് കുറച്ച് ലോങ്ങൊക്കെ പോകണമെങ്കിൽ പോകാം, നമുക്ക് ഈസി ആയിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2 പേർക്ക് ഇരുന്ന് പോകുമ്പോഴത്തേക്കും ഫുൾ പാക്ഡ് ആയിരിക്കും. കാര്യം ബാക്കിൽ നമുക്ക് ഗ്രാബ് റെയിലോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ 2 പേർക്ക് പോകുമ്പോൾ ഫുള്ളി പാക്ഡ് ആയിരിക്കും. ബാക്കിൽ പിടിച്ചൊക്കെ ഇരിക്കണമെങ്കിലും നമുക്ക് കുറച്ച് പണിയായിരിക്കും, കുറച്ച് ടാസ്ക് ആയിരിക്കും അങ്ങനെ പിടിച്ചൊക്കെ ഇരുന്ന് പോകാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ സസ്പെൻഷനാണ്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ജസ്റ്റ് അനദർ ഓപ്പൺ റോഡ്. That is it. കണ്ടോ, ഹാർഡ് ഡൗൺ ഷിഫ്റ്റാണ്. ഹാർഡ് ഡൗൺ ഷിഫ്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് ആ സ്ലിപ്പർ ക്ലച്ചുള്ളതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് വണ്ടി അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ പ്രൂവൻ എൻജിൻ, ദാറ്റ് ഈസ് ദ പ്രൂവൻ ഗിയർ ബോക്സ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും വേണമെന്ന് പറയുള്ളൂ. ബ്രേക്സ് എനിക്ക് എൻ്റെ പൊന്നോ സഹൽ. പിന്നെ ഹയർ ഗിയറിൽ ലോ സ്പീഡ്സ്, അതും ഇതിന് ഒരു ടെൻഷനുള്ള കാര്യമാണ്. നോക്കിംഗ് ഒന്നും ഇപ്പോൾ ഞാൻ 30s 6th ഗിയറിലാണ് പോണേ, കൈ കൊടുത്താണ്. നോക്കിംഗ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ എന്താ എൻ്റെ പിന്നെ ഇവിടെ എന്താ ആഡൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹയർ ഗിയറിൽ ലോ സ്പീഡ് 30ക്ക് താഴെയാണ്, നോക്കിംഗ് ഒന്നുമില്ല. പക്ഷേ കയറി വന്നിട്ടുണ്ട്, ബട്ട് കയറിക്കോളും, വണ്ടി ഈസി ആയിട്ട് കയറും, ഒരു ബുദ്ധിമുട്ടില്ല. വണ്ടി അങ്ങനെ പിടിച്ച് അങ്ങനെ കയറും. അപ്പോൾ നമുക്ക് ഈ ഗിയറൊക്കെ മാറി കളിക്കാൻ അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന ആളാണെങ്കിൽ പവർ വേണമെങ്കിൽ കുറച്ചൊരു RPM കയറണം, എന്നാലേ നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. കുറച്ചൊന്ന് RPM കയറണം. ആ ഒരു ഇനീഷ്യൽ RPM നമുക്ക് അങ്ങനെ ഒരു പവർ ഫീൽ ചെയ്യില്ല. ബട്ട് യെസ്, അത്യാവശ്യം പവർഫുള്ളാണ്. ഹയർ RPMൽ നല്ല പവർ കിട്ടും. കണ്ടോ, ആ ഒരു 6000-7000 RPM കഴിയണം നമുക്ക് ആ ഒരു പഞ്ച് ഫീൽ ചെയ്യാൻ വേണ്ടിയത്. ആ ഒരു പഞ്ച് കിട്ടണമെങ്കിൽ ആ ഒരു 6000-7000 RPM എത്തണം. ആ ഒരു VVAയുടെ അടുത്തൊക്കെ എത്തി VVA ഒക്കെ ഒന്ന് തുറന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പഞ്ച് വണ്ടിയിൽ ഫീൽ ചെയ്യും. സോ ദാറ്റ്സ് ദ എൻജിൻ. അതാണ് ആ 155 R15യുടെ ആ ഒരു എൻജിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. വലിയ സൂര്യൻ അല്ലേ, അയ്യോ ഓഫ് റോഡ്. ഇതാണ്, ഇവിടെയാണ് സസ്പെൻഷൻ്റെ കാര്യം ഞാൻ പറയാൻ പോണത്. സസ്പെൻഷൻ ഇത് ഒരു സ്ക്രാംബ്ലർ ടൈപ്പ് വണ്ടിയല്ല, കാര്യം ഇതിന് ഓൾറെഡി ടയേഴ്സ് കൊടുത്തേക്കുന്നത് റോഡ് ടയേഴ്സാണ്, ഒരു ഡുവൽ പർപ്പസ് ടയറല്ല. അപ്പോൾ ഇതൊരിക്കലും ഒരു സ്ക്രാംബ്ലറായിട്ട് ആരും കണക്ക് കൂട്ടണ്ട. ഇതൊരു റോഡ് ബൈക്കാണ്, ഒരു റെട്രോ ലുക്കിംഗ് റോഡ് ബൈക്കാണ്. സസ്പെൻഷൻ ഈസ് ഹാർഡ് ഫോർ ചെറിയ കുഴികൾ കേട്ടോ. അത്യാവശ്യം നല്ല അടി നമുക്ക് ഫീൽ ചെയ്യും സസ്പെൻഷൻ്റെ സൈഡ് നോക്കാൻ പോയാൽ. ഒരിക്കലും ഇതായിട്ട് ഓഫ് റോഡോ അങ്ങനെ മോശപ്പെട്ട റോഡൊക്കെ കവർ ചെയ്യാൻ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് പണിയാണ്. ആ ചേട്ടൻ അവിടെ നിന്ന് കൈ കഴുകി. ഇതൊക്കെ നല്ല രീതിയിൽ അറിയും. ഇങ്ങനത്തെ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ എഴുന്നേറ്റിക്കാനൊന്നും പറ്റില്ല കേട്ടോ. എഴുന്നേറ്റൊക്കെ നിന്നാൽ പണി അറിയും. ഈ വണ്ടിയിൽ എഴുന്നേറ്റിക്കാൻ പറ്റിയൊരു പോസ്റ്ററിലോ കാര്യങ്ങളിലോ അല്ല. സീറ്റിൽ നിന്നൊക്കെ ഊർന്ന് പോവാൻ എൻ്റെ പൊന്നു ചേച്ചിമാരെ. നോ റോഡ്സിലൊന്നും ഈ വണ്ടിയായിട്ട് ഇറങ്ങാൻ പറ്റത്തേ ഇല്ല. എന്നാലും നമുക്ക് ചെറിയൊരു പോയി നോക്കാം. പോകേണ്ട ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ ഞാൻ നമ്മുടെ സ്ഥിരം റൂട്ട് പിടിക്കുന്നതാണ്. ആ കാട്ടിലൂടെയുള്ള ആ റൂട്ടിൽ കൂടെ പോയി നോക്കാം. റോഡ് ടയറാണ് ഇതിൽ കിടക്കണേ. ഞാൻ ജസ്റ്റ് ഒരു ഫസ്റ്റ് റൈഡ് ഇമ്പ്രഷൻ എന്ന് വേണേൽ പറയട്ടെ ഈ വണ്ടിയുടെ. സസ്പെൻഷൻ സെറ്റപ്പ് ഇതാണ്, നമുക്ക് റോട്ടിൽ ഓടിക്കാൻ പറ്റിയാണ്.
ചെറിയ ചെറിയ കുഴികൾ അത്ര കുഴപ്പമില്ല, ചെറിയ ചെറിയ അൺഈവൻ റോഡ്സൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഴികളിലൂടെ ചാടി പോകാൻ നോക്കിയാൽ കണ്ടോ, ഇതൊക്കെ ബാക്ക് സസ്പെൻഷനൊക്കെ എടുത്ത് എറിയണതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ സ്റ്റേബിളായിരിക്കും ഹയർ സ്പീഡ്സിൽ. അതാണ് നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോണേ. ആ ഒരു എനിക്ക് തോന്നുന്നു R15 സെയിം സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ് ഇതിലേക്ക് അവർ കൊണ്ടുവന്നേക്കണം കേട്ടോ. വലിയ മാറ്റമൊന്നുമില്ല. സോ യെസ്, വി ആർ ബാക്ക് ഓൺ റോഡ്സ്. പിന്നെ ഇതിൻ്റെ ബ്രേക്സ് കേട്ടോ, പവറിനൊരു കുറവില്ല. അവരെ വാരി എറിയാണ്. പവറൊക്കെ സെറ്റപ്പാണ്, പവറൊക്കെ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സെയിം R15 അതേ ഒരു എൻജിൻ നമുക്ക് ഇതിൽ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ അടിപൊളിയായിട്ട് പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു നെയ്ക്കഡ്, അതായത് MT-15 ഓൾറെഡി നമുക്കുണ്ട് സംഭവം, ഉണ്ട്. പക്ഷേ ആ ലുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അത് കുറച്ചും കൂടെ ചെറിയ വണ്ടിയാണ് MT-15. അതിൻ്റെ ലുക്ക് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രായമുള്ള ആളും ഒരു പ്രായം കുറഞ്ഞ ആൾക്കും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. ആ റെട്രോ ക്ലാസിക് ഡിസൈനാണ്, ഒരു മോഡേൺ ടെക്നോളജിയോടെയാണ് ഇത് വന്നേക്കണേ. അപ്പോൾ ഇത് ഏതൊരു കാറ്റഗറിയിലുള്ള ഒരാൾക്കും ഇത് ഓടിച്ചുകൊണ്ട് നടക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഈ ഓവർടേക്കൊക്കെ ആണെങ്കിൽ നമ്മളൊരു 5000 RPM മേളിൽ തന്നെ ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യും. കണ്ടോ, ഇതൊരു കൺഫ്യൂസിങ് ആണ് ആ ഹോണും ഇൻഡിക്കേറ്ററും. കാര്യം ഇത് മേളിലും താഴെ ആയതുകൊണ്ട് ആദ്യം ഞാനിപ്പോൾ ഞാനിപ്പോൾ ഹോൺ അടിക്കാൻ പോയതാണ്, പക്ഷേ ഇൻഡിക്കേറ്ററാണ് പിടിച്ച് ഞെക്കിക്കൊണ്ടിരുന്നത്. അതെന്തായാലും ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. ബ്രേക്സ് ഞാൻ അത്ര ഹാപ്പി അല്ല. കുറച്ചും കൂടെ ബ്രേക്ക് നല്ലതാക്കായിരുന്നു അവർക്ക്. കുറച്ചും കൂടെ നല്ലൊരു ബ്രേക്ക് സെറ്റ് ആക്കായിരുന്നു, കുറച്ചും കൂടെ ഷാർപ്പാക്കായിരുന്നു. ഇത് ഭയങ്കര പ്രോഗ്രസീവാണ്. അത് ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വണ്ടി നിൽക്കാത്തൊരു ഫീലാണ്. ലൈറ്റും ആ ഒരു LED ആണ്. ഓണല്ലേ? ഓണാണ്. ലൈറ്റ് ഉണ്ട് കണ്ടോ, ഇതാണ് ലൈറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്ലാഷൊക്കെ അടിക്കാൻ കൊള്ളാം, പക്ഷേ അത്ര ത്രോ ഒന്നും ഇല്ലയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ലൈറ്റിന്. പക്ഷേ ആവറേജ് ലൈറ്റ് എന്ന് വേണേൽ പറയാം കേട്ടോ. ഉണ്ടോ, ഫ്ലാഷൊക്കെ അടിക്കുമ്പോൾ അതെ ബാക്കിൽ ആരോ ഫ്ലാഷ് അടിക്കേണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ ആ ത്രോ എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. മേ ബി നല്ല ഇരുട്ടത്ത് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം മനസ്സിലാവും. ബട്ട് ഹാൻഡിൽ ചെയ്യാൻ അടിപൊളിയാണ്. ആ ഒരു ബ്രേക്സ് നമ്മളൊന്ന് മനസ്സിൽ വെക്കുക. നമുക്ക് ആ എൻജിൻ ബ്രേക്കിങ്ങും വെച്ച് വണ്ടി ഭയങ്കര സ്റ്റേബിളായിട്ട് ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. ബട്ട് ആ ഒരു ബ്രേക്സ് എനിക്ക് കുറച്ചും കൂടെ നന്നായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. കണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് വണ്ടി നിൽക്കാത്തൊരു ഫീല് എനിക്കുണ്ട്. ബ്രേക്സ് കുറച്ചും കൂടെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്രേക്ക് പാഡ്സ് മാറി കുറച്ചും കൂടെ നല്ല സിൻഡേർഡോ അല്ലെങ്കിൽ ഒരു സെറാമിക് EBC പോലത്തെ ബ്രേക്ക് പാഡ്സൊക്കെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബ്രേക്കിങ്. MT-15 എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ. കാര്യം അത്രയും ലൈറ്റ് വെയ്റ്റും നമുക്ക് ഈസി ആയിട്ട് മെനൂവർ ചെയ്യാം, ഈസി ആയിട്ട് വണ്ടി നമുക്ക് ട്രാഫിക്കൊക്കെ ഫിൽട്ടർ ചെയ്യാൻ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് തന്നെ നമുക്ക് ഇവിടെ ഇതിൽ കുറച്ചും കൂടെ വൈഡർ ഹാൻഡിൽ ബാസ് ആണ് ഇതിന് കൊടുത്തേക്കണത്. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ട്രാഫിക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഡയറക്ഷൻ ചേഞ്ചസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കും. ആൻഡ് സ്റ്റേബിൾ ആണ് വണ്ടി, അത്യാവശ്യം നല്ല സ്റ്റേബിളാണ്. ഒരു ഹാർഡർ സസ്പെൻഷൻ ആകുമ്പോൾ ഓബിയസ്ലി സ്റ്റെബിലിറ്റിയും അതനുസരിച്ച് അടിപൊളിയായിരിക്കും. ഈ ടയേഴ്സ് എങ്ങനെയാണെന്ന് അറിയില്ല, ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഹൗ ഈസ് ദിസ് MRF റെവ്സ്? എന്താണ് ആ ടയറിൻ്റെ അവസ്ഥ? എനിക്ക് വലിയ പിടിയില്ല ആ ടയർ. ഇതിൽ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ്. കുറച്ച് ദൂരമേ നമ്മൾ ഈ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. ടെസ്റ്റ് ഡ്രൈവ് വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയതാണ്. ഹോപ്പ്ഫുള്ളി ലോങ് ടേമിനൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് വന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയപ്പോൾ വേഗം എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ലോങ് ടേമിനൊക്കെ വണ്ടി കിട്ടിയാൽ ഓബിയസ്ലി ഫോർ ഷുവർ നമ്മൾ ആ ഒരു വണ്ടി ലോങ് ടേമിന് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒരു ലോങ് ടേം വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഏതൊരു ട്രാഫിക് ബ്ലോക്കിലും എനിക്ക് ഈസി ആയിട്ട് വണ്ടി ചാടിച്ചുകൊണ്ടും ഓടിച്ചുകൊണ്ടൊക്കെ പോവാം, ഓടിച്ചെടുക്കാം. കാല് കുത്താണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം സുഖമായിട്ട് കൊണ്ടുപോകും. അപ്പോൾ വെയിറ്റ് കുറവ്, അതായത് എനിക്ക് തോന്നുന്നു വുമൺ റൈഡേഴ്സ് അല്ലെങ്കിൽ പെൺപിള്ളേർക്കൊക്കെ ഈ ഒരു വണ്ടി നല്ലതായിരിക്കും. സീറ്റ് ഹൈറ്റ് അങ്ങനെ എല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല, പക്ഷേ സീറ്റ് ഹൈറ്റ് അത്ര പ്രശ്നമല്ല. കാര്യം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് സീറ്റ് ഹൈറ്റ് ഈസ് നോട്ട് ദാറ്റ് തലവേന. സീറ്റ് ഹൈറ്റ് അത്ര തലവേന ഇല്ല, കാര്യം ആ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങ് എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് കയറിപ്പോകും. ഇത് ശരിക്കും കണ്ടോ ഈസിയാണ്. എനിക്ക് നല്ല പവർ നമുക്ക് ഫീൽ ചെയ്യേണ്ട വണ്ടിയുണ്ട്. ആ ഒരു സൂപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് കണ്ട സൂപ്പർ അടിപൊളി. അങ്ങനെ ട്രാഫിക്കിലേക്ക് എടുത്തുകൊണ്ടും പോകാനും നമുക്ക് കുറച്ച് ട്രാഫിക്കൊക്കെ ഫിൽട്ടർ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് പറ്റും ഈ വണ്ടിയിൽ. നല്ല രസമാണത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കണവർക്കൊക്കെ ഈ ഒരു വണ്ടി ഒരു ഓപ്ഷനാണ്. 2 lakh താഴെയൊക്കെ വണ്ടി നോക്കുകയാണെങ്കിൽ 1.9293 റേഞ്ചിൽ എല്ലാ കളേഴ്സിനും സെയിം റേറ്റ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വേണം ഇത് സ്ക്രാംബ്ലർ ആക്കാം, അല്ലെങ്കിൽ ഒരു കഫേ റേസർ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ രണ്ടിനുള്ള ഓപ്ഷൻ അവർ
യമഹ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പുറത്ത് എവിടെയും പോകേണ്ട, ഷോറൂമിൽ തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആ കിറ്റ് വാങ്ങി ഇതിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിൻ്റെ ഒരു തലവേനയും നിങ്ങൾക്ക് തീർന്നു കേട്ടോ. ഇനി മോഡിഫൈ ഷോറൂമിൽ തന്നെ നിങ്ങൾക്ക് വണ്ടി ഫുൾ മോഡിഫൈ ചെയ്ത് ഇറക്കാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് യെസ്, വൈബ്രേഷൻസ് ഉണ്ട്, ഹയർ RPM. നല്ല ഇപ്പോൾ കണ്ട ഈ ഒരു RPMിലേക്ക് നോക്കുവാണെങ്കിൽ ടാങ്കിൻ്റെ സൈഡ്, ഫുഡ് പെക്സിൻ്റെ താഴെ, ഹാൻഡിൽ ബാറിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ആ വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രയും ഹൈ RPM നിങ്ങൾ എപ്പോഴും എടുക്കണമെന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നു ഒരു 8,000 9,000 RPM ഒക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് തന്നു. പിന്നെ ആ ഒരു പഞ്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണേൽ കൈ കൊടുക്കുക, അത് രസമായിരിക്കും. ഓ N1 എയർ നെസ്മെൽ. സോ യെസ്, അതൊക്കെ തന്നെയാണ് എനിക്ക് ഈ വണ്ടിനെ പറ്റി പറയാനുള്ള ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ. ചെറിയൊരു റൈഡ്, ചെറിയൊരു റിവ്യൂ ആയിരുന്നു നമ്മുടെ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഐ വിൽ ഹെൽപ്പ് യു റിസോൾവ് ഇറ്റ്. അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് ഉത്തരം തരാൻ പറ്റും. ആൻഡ് മീറ്ററിനെ പറ്റി എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആപ്പ് വെച്ച് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൂടാണ്ട് ഈ മീറ്റർ അത്യാവശ്യം നല്ല വിസിബിളാണ്. പിന്നെ അതുകൂടാണ്ട് ഇൻഫോർമേറ്റീവ്. യെസ്, ആ ഒരു റെട്രോ ലുക്കിംഗ് റൗണ്ട് കളർ, ആ ഒരു ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കൊള്ളാം. അത് ആ ഒരു റെട്രോ സെറ്റപ്പ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. അത് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഗ്രേറ്റ്. ആ റെട്രോ ഫീല് നമുക്കുണ്ട്. ആ ഫുൾ റെട്രോ എല്ലാം റൗണ്ടാണ്. ഇൻഡിക്കേറ്ററും കൂടെ റൗണ്ടായിരുന്നെങ്കിൽ പെട്ടുപോയേനെ. പക്ഷേ ഇൻഡിക്കേറ്ററും കൊള്ളാം, ഒരു സെറ്റപ്പ് ഉണ്ട് കാണാൻ. ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫാൻ ഓൺ ആയിരുന്നു, പക്ഷേ എനിക്ക് ഒരു തരി പോലും ഹീറ്റോ അല്ലെങ്കിൽ എൻ്റെ മേത്ത് ചൂടടിക്കുന്ന രീതിയിലോ കാലിൽ ചൂടടിക്കുന്ന രീതിയിലോ അങ്ങനെ ഒന്നുമേ എനിക്ക് തോന്നിയില്ല കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പും എനിക്ക് തോന്നിയില്ല. അത് കൊള്ളാം. ഈ ചേച്ചീനെയൊക്കെ എന്ത് കാര്യം ഇരിക്കണല്ലേ പുള്ളിക്കാരിക്ക് ഇങ്ങനെ വരേണ്ട ഒരാവശ്യമില്ല. നല്ല ഐ ക്യാച്ച് ആട്ടോ. അതായത് ഹെഡ് ടേണറാണ്. കുറേ പേര് നോക്കും. ഒന്ന് ഈ ഒരു ലുക്കിൽ വേറെ ഈ സമയത്തൊരു വണ്ടി നമ്മുടെ കയ്യിലില്ല. പിന്നെ ഉണ്ട്, നമ്മുടെ റോണിനുണ്ട്. ബട്ട് ഓബ്വിയസ്ലി യമഹയുടെ ഈ ഒരു XSR കാത്ത് നിൽക്കണ കുറേ പേര് എനിക്കറിയാം. കുറേ പേര് ഈ വണ്ടിക്ക് വേണ്ടി കാത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് വേണ്ടി കാത്തിക്കണവരെ എനിക്കറിയാം. അപ്പോൾ ഈ വണ്ടി ഇറങ്ങുമ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വിചാരിക്കുമോ ഈ വണ്ടി ഇവിടെ ഇറങ്ങിയോ. അപ്പോൾ ആ ഒരു സീനിൽ കുറേ പേര് നോക്കും. നല്ല ഹെഡ് ടേണറാണ് വണ്ടി, നല്ല ലുക്കാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അകത്ത് കയറിയിട്ട് കളേഴ്സും കൂടെ കാണിച്ചു തരാം, ഏതൊക്കെ കളേഴ്സാണുള്ളത്. നമ്മുടെ ഷോറൂം നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഷോറൂം. ഇതാണ് ഇന്റൽ യമഹ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അകത്ത് നിരനിരയായി വണ്ടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടി കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കളേഴ്സ് വണ്ടിയുടെ. ഇതാണ് ആ ബ്ലൂ വിത്ത് ഗോൾഡൻ സസ്പെൻഷൻ, ഗ്രീൻ ആൻഡ് ഗ്രേ ആൻഡ് റെഡ്. ഈ 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ ഒരു കിറ്റ് കണ്ടോ, ഇതാണ് ആ ഒരു എനിക്ക് തോന്നുന്നത് കഫേ റേസറിൻ്റെ കിറ്റാണ്. ആ ഒരു ഫ്രണ്ടിലത്തെ കൗളും അതിൻ്റെ ഒരു ചെറിയ വൈസർ, ഫ്രണ്ട് ഹെഡ് ലാമ്പിൻ്റെ ഒരു ഗാർഡ്, ബാറിൻ്റെ മിറേഴ്സ്, ആ സൈഡ് കവറിങ്, ആ സൈഡ് ഫെയറിങ്ങിൻ്റെ ആ ഭാഗം, ആ സീറ്റും കണ്ടോ, ആ ഒരു കഫേ റേസർ ലുക്ക് സീറ്റ്, നമ്മുടെ ലിവർ പ്രൊട്ടക്റ്റേഴ്സ്, ഇത്രയും സാധനങ്ങൾ ആണ് ഇതിൻ്റെ. അപ്പോൾ പ്രൈസൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ വിളിച്ച് ചോദിക്കാം. ഇവിടെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ അവിടെ ഒരു ഡെലിവറി നടക്കുന്നുണ്ട്. ഏതാണ് വണ്ടി? സ്കൂട്ടറാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇതെല്ലാം ഡെലിവറി ആയ വണ്ടികളാണ് കേട്ടോ. 20 വണ്ടി ഡെലിവറി ആയി. സോ യെസ്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇവിടുത്തെ ഇന്റൽ യമഹയെ വിളിച്ച് ചോദിക്കുക. ഇവിടെ വിളിച്ച് ചോദിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതായിരിക്കും. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ എന്താ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിളിച്ചു. സോ ഡോണ്ട് ഫെയിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കിൻ്റെ വയ്ക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.